മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വളരെ ഹെൽത്തി ആയുള്ള ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. പായസത്തിന് ആവശ്യമായ ചേരുവകൾ: ചെറുപയർ പരിപ്പ് 1/2 കിലോ, 3/4 കിലോ ശർക്കര, രണ്ടാം പാൽ 5 കപ്പ്, 2.5 കപ്പ് ഒന്നാം പാൽ, ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് പറഞ്ഞേണ്ടി മാറ്റിവെക്കാം. 1 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ചെറുപയർ പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ചുവക്കെ വറുത്തെടുക്കാം. ശ്രദ്ധിക്കുക, നന്നായി കഴുകിയെടുക്കാൻ മറക്കരുത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വറുത്ത് കോരി മാറ്റാം. മാറ്റിവെച്ച് പറങ്ങേണ്ടി അതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഉരുളിയിലേക്ക് ശർക്കര പാനീയം അരിച്ച് ഒഴിക്കാം. കുക്കറിൽ 4 കപ്പ് വെള്ളം വെച്ച് ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കാം. ശർക്കരയും ചെറുപയർ പരിപ്പുമിട്ട് നന്നായി ഇളക്കി വരട്ടുക. ശർക്കര പാനീയത്തിൽ പയറ് കിടന്ന് നന്നായി ഇളക്കി വെള്ളം വറ്റുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബാക്കി വന്ന രണ്ടാം പാലിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടികൾ ചേർത്തതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ച് മാറ്റിവെച്ച ഒന്നാം പാലും വറുത്ത് വെച്ച പറങ്ങേണ്ടിയും തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം.
തിള വന്നാലുടൻ അടുപ്പിൽ നിന്ന് വാങ്ങാം. വളരെ ഹെൽത്തി ആയുള്ള ചെറുപയർ പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.